ഒരുപാടുണ്ട് കുറച്ചിട്ട് പിന്നെ കറക്കിയാനിട്ട് മതി. അപ്പം നമ്മുടെ പക്കാവടയുടെ ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പക്കാവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമുക്ക് കടലമാവ്, അത്രത്തോളം അരിപ്പൊടി, വെളുത്തുള്ളി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു പക്കാവട ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് അരച്ചെടുക്കണം. അരിപ്പൊടിയും കൂടെ ചേർത്ത് മിശ്രിതം ഒന്ന് വലുതാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ട് ആ വെളുത്തുള്ളി നമ്മൾ ഇനി അരച്ചെടുക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് അരിപ്പൊടി പൊടിച്ചു വച്ചിരിക്കുന്ന അരിപ്പൊടി, അത്രയും കടലമാവ്, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് രണ്ടും കൂടെ വൃത്തിയായിട്ട് ഇളക്കിയെടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ വെളുത്തുള്ളി അരച്ച് വച്ചേക്കുന്ന മിശ്രിതം. അപ്പം നമ്മുടെ പക്കാവടയുടെ മാവ് ഏതാണ്ട് കുഴച്ച് തീരാറായി. ഇത് പക്കാവട ഉണ്ടാക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. കുറച്ചുകൂടി അല്ലേ അത് മതി. ഓക്കെ, അപ്പക്കാരെ കുറച്ച് എണ്ണ തേച്ച് പാകപ്പെടുത്തി എടുക്കണം. കുറച്ച് ദിവസമായി നമ്മൾ എടുത്ത്, അതുകൊണ്ടാണ് ഇച്ചിരി ചൂട് എണ്ണ പുരട്ടി ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നത്. കുറച്ചെടുത്ത് വിട്ടി അത്രയും മതി. അടച്ചു. ഒരുപാടുണ്ട കുറച്ചിട്ട് പിന്നെ കറക്കിയാനിട്ട് മതി തീ കൊടുക്കും.
നല്ലപോലെ പിടിച്ചു. അപ്പോൾ പിന്നെ നല്ലപ്പോൾ കുറച്ചെടുത്തൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് മറിക്കണേ. മൊത്തത്തിലാണ് മൊത്തത്തിലാണ് അടിപൊളി. വെള്ളം ഇടാൻ സ്ഥലമില്ലല്ലോ, ഇങ്ങോട്ടിരിക്കില്ല. ആയിട്ടുണ്ട്. ശരി, എടുത്തോ, എടുക്കട്ടെ. കുക്കി പിടിച്ച് കുക്കിയ എണ്ണ